ഹലോ 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 ഇന്നൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയാലോ. അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് മൂന്നും ആയിട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ആദ്യം മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് മാഗ്നേഷൻ. സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനിലുള്ള മാത്രം സോൾട്ടാണ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 hour അല്ല, ബാക്കി ഇനി അടുത്ത മാഗ്നേഷൻ പ്രിപ്പയർ ആവുന്ന വരെയുള്ള കുറച്ച് നേരം ഇതെല്ലാം പരട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നല്ലോണം മിക്സ് ആക്കി കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്രയും നല്ലത്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള, തക്കാളി, മല്ലിയില, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഒണിയന് ഫ്രൈ ആക്കിയെടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്താൽ ഇത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല, ഞാൻ ടേസ്റ്റ് ആണല്ലോ പറഞ്ഞിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. ഓണിയൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടിക്ക് വേണ്ടി ചെറിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഗരം മസാലയുടെ സാധനങ്ങൾ എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ല ഫൈൻ പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, ടർമറിക്, ഇതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി പൗഡറാക്കി എടുക്കാം. പിന്നെ വേണ്ടത് തൈര്. പുളിയില്ലാതെ തൈര് എടുക്കാൻ നോക്കാം കേട്ടോ. അത് ഏകദേശം എടുക്കുന്നുണ്ട്, ഒരു 1/2 കപ്പോളം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടികളില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കുക. ഇതിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മസാലയ്ക്ക് വേണ്ടിയുള്ള സോൾട്ട്. നല്ലോണം മിക്സ് ആക്കുക. ബാലൻസ് ഉള്ള പൊടിയും കൊണ്ട് ആഡ് ചെയ്ത് നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി വെക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. സെയിം ജാറിലേക്ക് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ആദ്യം ഇത് രണ്ടൊന്നും ക്രഷ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് അരയണം കേട്ടോ. പിന്നെ ഉള്ളി ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി, അത് ഇട്ട് ഒന്ന് പൾസ് മോഡിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക് ഇതേമാതിരി ഒരുപാട് അരയ്ക്കണ്ട, അതൊന്ന് പൾസ് മോഡിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല പുരട്ടാം. സെക്കൻഡ് സ്റ്റേജ്, ഓണിയൻ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഓണിയൻ ഫ്രൈ ആക്കിയതാണ് കേട്ടോ, പക്ഷെ എല്ലാം വാടിപ്പോയി, ക്രിസ്പിനെസ് ഒക്കെ പോയി. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ, കൈ വെച്ചിട്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തൈരില്ലേ, തൈര് മസാല, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കുക. പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് മല്ലിയില, പുതിന കട്ട് ചെയ്ത് വെച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. കാരണം അതെനിക്ക് കൈ പുകയോ വിചാരിച്ചാൽ അത് ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു തവി കൊണ്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടി. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മറന്നുപോയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് വെക്കണം കേട്ടോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. പിന്നെ നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മുടെ മിക്സി കഴുകിയ വെള്ളം, അതൊക്കെ എല്ലാം കൂടി ആയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ഇതും വേണം. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഇറങ്ങും നാളെ ആകുമ്പോഴേക്കും. ഒരു 8 hours ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നാളെ രാവിലെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിറ്റേ ദിവസം നമുക്ക് റൈസ് കുക്കാക്കിയെടുക്കാം. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ചു, നെയ്യ് ഇട്ടു, പിന്നെ ചെറിയ ജീരകം,
പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, വെളുത്തുള്ളി ചതച്ചത് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിലും വെളുത്തുള്ളി ഇടും. വെള്ളം ഒഴിച്ചു. പിന്നെ പുതിന അതും ഇട്ട് വെള്ളം തിളയ്ക്കട്ടെ. ഉപ്പിടുക. റൈസിന് ആവശ്യമുള്ള സോൾട്ട് ഇപ്പോൾ ആഡ് ചെയ്യുക. ഇതൊരു ഏകദേശം ഒരു 7-6 പേർക്ക് സെർവ് ചെയ്യാനുള്ള അത്രയും ഉണ്ടാവും. 7 ആൾക്കാർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ക്വാണ്ടിറ്റി. 1/2 കിലോ റൈസാണ് കേട്ടോ എടുത്തത്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇന്നലെ ഒഴിക്കാൻ വിട്ടു, ഇപ്പോൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഒരു 70-80% കുക്കായാൽ മതി. ബാക്കി ഇതിൽ കിടന്ന് 1 hour സ്ലോ കുക്ക് ആവാനുള്ളതാണ്. വെള്ളം വറ്റിച്ചും എടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഊറ്റിയും കളയാം. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതേമാതിരി ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ വറ്റിച്ചാണ് എടുക്കുന്നത്. കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാവും. പിന്നെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ നോക്കുക. ഇതേമാതിരി പരന്നതാണ് അത്രയും നല്ലത്. എന്തെങ്കിലും കുഴപ്പമില്ല. അതിൽ ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ മസാല ഫുള്ളായിട്ട് അതിലേക്ക് നമുക്ക് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു തിൻ ലെയറായിട്ട് വെക്കാം കേട്ടോ. മുകളിലാവാത്ത രീതിയിൽ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തള വരട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടി കുറച്ച് പാലിലേക്ക്, ഒരു 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട് ഒരു യെല്ലോ കളർ കിട്ടും, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അവിടെ നിന്ന് ബ്ലെൻഡ് ആവട്ടെ. ആ ടൈമിൽ നമുക്ക് റൈസ് മിക്സിങ് തുടങ്ങാം. ചിക്കൻ ഒരു 2 തള വരട്ടെ കേട്ടോ. പച്ചയോടെയാണ് എല്ലാവരും ചെയ്യുക, പക്ഷെ നമുക്കൊന്നൊരു സമാധാനത്തിന് വേണ്ടി കുറച്ചൊന്ന് കുക്കാവാം. ഒരു ഹാഫ് കുക്കായതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തിളയൊക്കെ വരണുണ്ട്. ഇപ്പോൾ നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 6 പേർക്ക് സെർവ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അതായത് ആവി ഇങ്ങനെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്തിട്ട് വെക്കാം, ഇല്ലെങ്കിൽ മൂടിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം കേട്ടോ. എന്നിട്ട് 1 hour സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 hour വെക്കണം കേട്ടോ. ഫ്ലെയിം ലോ ആണ്. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. ഒരു 1:30 വരെ സ്ലോ കുക്കാക്കിയെടുത്താൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. 1 hour കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. 1:30 ആവണം. തുറന്ന് നോക്കുന്നുണ്ട്, നല്ല ആവിക്ക് വരണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് മിക്സിങ്ങിന് മുമ്പ് നമ്മൾ സാഫ്രോൺ ഉണ്ടാക്കി വെച്ചില്ലേ, സാഫ്രോൺ മിൽക്ക്, അത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു 2 minutes അതൊന്ന് അടച്ചു വെച്ചാൽ നല്ലത്. റൈസൊക്കെ കുക്കായിട്ടുണ്ട്, ചിക്കനൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം.
സാഫ്രോൺ ഒഴിച്ചു. 2 മിനിറ്റ്സ് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്ക് കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ നോക്കുക, ഇത് വെച്ചാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഉടഞ്ഞു പോകുന്നുണ്ട്. 2 മിനിറ്റ്സ് അടച്ചു വെച്ചു. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. നല്ലോണം മിക്സ് ആക്കുക. നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രൈഡ് ഓണിയൻ മുകളിലിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. റൈസിലൊക്കെ ചൂടോടുകൂടി നമുക്ക് സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എൻ്റെ മോർണിംഗ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടോ പപ്പാക്ക് വെക്കുന്നത്.